ചെറുമീൻ എങ്ങനെയാണ് തീറ്റ എടുക്കുന്നതെന്ന് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ടു അവർ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു 1.5 കിലോയുള്ള ചെറുമീൻ പിടിക്കുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ ഒരാളെ കാണിച്ചു തന്നായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്ക് ഇവിടെ മമ്മിയുണ്ട്. അപ്പോൾ ഇവിടെ എനിക്കൊരു ടാങ്ക് ഉണ്ട് കണ്ടോ. അപ്പോൾ ഈ ടാങ്കിനുള്ളിൽ ഞാൻ ഒരു ചെറുമീൻ വളർത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അവസാനമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോയുടെ എൻഡിൽ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടംപോലെ ചെറുമീനെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ ചെറുമീൻ എങ്ങനെയാണ് തീറ്റ എടുക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ല, ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അണ്ടർ വാട്ടറാണ് ഇപ്പോൾ നമ്മളിപ്പം ഷൂട്ട് ചെയ്യുന്ന ഈ ഗോപ്രോ നമ്മൾ വെച്ചിട്ട് ചെറുമീൻ എങ്ങനെയാണ് തീറ്റ എടുക്കുന്നതെന്ന് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ മീനെ കാണിച്ചു തരാം. അപ്പോൾ കുറേ ദിവസമായിട്ട് ആൾ പട്ടിണിയാണ്. അപ്പോൾ ദയവ് ചെയ്ത് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ചെറുമീൻ എന്ന് പറയുന്ന സാധനം തിന്നുന്നത് കൂടുതലായിട്ടും കഴിക്കുന്നത് ജീവനുള്ള പ്രാണികളെയും തവള, മീൻ, പല്ലി, പാറ്റ, എലി എല്ലാത്തിനെയും കഴിക്കും. ജീവനുള്ള എന്തിനേയും ഈ സാധനം കഴിക്കും. ഇവൻ ചെറിയ താറാവിൻ്റെ കുഞ്ഞുങ്ങളെ വരെ വലിയ ചെറുമീൻ കഴിക്കും. അപ്പോൾ സാധാരണ ഞങ്ങളതിന് കൊടുക്കുന്നത് പല്ലിയോ അരണയോ എട്ടുകാലിയോ പാറ്റയോ അല്ലെങ്കിൽ ചൂണ്ടിട മുമ്പിലേക്ക് ഇടയ്ക്ക് ചെറിയ പരലിന് കിട്ടും. അപ്പോൾ അതിനേക്കാണ് കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് ഭയങ്കര ചൂടായതുകൊണ്ട് അതിനൊന്നും പോയില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്കതിന് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനം കാണുമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആരും ദയവ് ചെയ്ത് അതിൻ്റെ അടിയിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന സാധനത്തിനെ പാവമാണ് അതിനങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടരുത്. കാരണം ഈ ചെറുമീൻ നമ്മൾ എന്ത് കൊടുത്താലും വേറെ എന്ത് കൊടുത്താലും കഴിക്കത്തില്ല. അതിന് നമ്മൾ വീട്ടിലുണ്ടാകുന്ന പുട്ടോ കടലയോ ദോശയോ സാമ്പാറോ ഒന്നും കൊടുത്താൽ ചെറുമീൻ കഴിക്കത്തില്ല. അത് ജീവനുള്ളതിന് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് ആൾക്കാർ കമൻറ്റ് അങ്ങനെ ഇട്ടുകൊണ്ട് വരരുത്. കാരണം അതൊരു ഫാക്റ്റാണ്, ചെറുമീൻ ജീവനുള്ളതിന് മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ മീനെ കാണിച്ചു തരാം. ഇവിടുന്നോ നോക്കിയേ. ഇല്ല അരണ അതെ അരണ മമ്മി അപ്പുറത്തേക്ക് വാ. അവിടെ അവിടെ അവിടെയുണ്ട്. അങ്ങോട്ട് വരെ ഒറ്റ അടിക്ക് വന്നോളാം. ഞാൻ കൊല്ലട്ടെ, ഇവിടുന്ന് കുത്തട്ടെ. അതാണ് അവിടെ അവിടെ ഓടിച്ചു, അവിടെ ഇങ്ങോട്ട് ഓടിക്കും. ആറ്റൂർ എനിക്കോ
ആ ചൂല് എനിക്ക് കൊണ്ടുവാ. അവിടുന്ന് ഓടി, അവിടുന്ന് ഇങ്ങോട്ട് ഓടിക്ക്, അവിടുന്ന് ഇങ്ങോട്ട് ഓടിക്ക്. ആ കൊണ്ട് 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 കൊള്ളാം. ഇതിനിടയ്ക്ക് അടികൊണ്ട് അടികൊണ്ട്. അല്ല ആ വലിയ എടുക്ക്. അവിടെ ഇല്ലെന്ന്. മമ്മി അപ്പുറം വരുന്നുണ്ട്. അടിയിലോട്ട് കയറി. ചായത് വെള്ളമുണ്ടോ? ഇവിടെയുണ്ട്. മേലോട്ട് കയറാം. അതിനെ അവിടെ സ്റ്റക്ക് ചെയ്തിച്ച്. അതെ അവിടെ സ്റ്റക്കായി ആണ്ടല്ലോ. ഇത് കടിക്ക് പറഞ്ഞ വാല പിടിച്ചിരിക്കട്ടെ. അതോട് കുഴപ്പമില്ല. സ്റ്റക്കായിട്ടിരിക്കുക. അതിനെ കുത്തിയിട്ട് ഇടയ്ക്കിട്ട് ഇരിച്ച്, അതിനെ കുത്തി ചാങ്ങിനിടയ്ക്കിട്ട് ഇരിച്ച്. നീ എങ്ങനെ എടുക്കും? പ്ലെയർ എടുത്തോ, വാല പിടിച്ചെടുക്കാം. സ്റ്റക്കായിട്ടിരിക്കുക. അവിടെ പോകത്തില്ല. അവിടെ വേറെ ചെയ്യാൻ പറ്റുന്നത് കൈ ഇത് കടിക്കുമോ? അത് എന്നാ ടിഷ്യൂ പേപ്പർ ഉണ്ടോ? ഞാൻ വാല പിടിച്ചെടുക്കാം. എടുത്തോ. എന്തൊക്കെ കഷ്ടപ്പാടാണോ നിനക്ക്. ഇതുവല്ല അറിയണോ? രാവിലെ മുതൽ മനുഷ്യൻ ഓടി നടന്ന തീറ്റ പിടിച്ചോണ്ട് കൊടുക്കുന്നത് ഉണ്ടോ? അതിന്റെ അമ്മയ്ക്ക് ഇതെടുക്കുന്നേ. ഈ കുപ്പി ഇത് ഗ്രിപ്പ് കിട്ടത്തില്ല.
ആളെ പിടുത്തം കിട്ടുന്നത്. അത് വാല് മുറിച്ച് കൊല്ലട്ടേനെ. ചാടിയത് വീണ്ടും ഇടയ്ക്കോട്ട് കയറി. ഫൈനലി അതിനിപ്പോ ചാടത്തില്ല, ഇടുമ്പോൾ അടച്ചോണം. നമ്മൾ ഫൈനലി അതിനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറെ കഷ്ടപ്പെട്ടാണെങ്കിൽ ഞാനും മമ്മിയും കൂടെ ഒരു അരണയെ പിടിച്ചിട്ടുണ്ട്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ അരണയെന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയത്തില്ല. കേട്ടോ, അത്യാവശ്യം വലുതാണ്. അപ്പോൾ അവന് ചെറിയ പരിക്കൊക്കെ പറ്റി. ഇതിന് ഇനി ഇത് തിന്നോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക്. ഇതിനകത്ത് അസോളയൊക്കെ ഒത്തിരി കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റത്തില്ല. അതിന് മുമ്പ് നമുക്ക് ഇതിന് നടുക്കൊരു ഇച്ചിരി ഭാഗം തെളിച്ച് വല്ലതും ഇടണം. അപ്പോൾ അവന് തീറ്റ എടുക്കാനും എളുപ്പമുണ്ട്, നമുക്കത് റെക്കോർഡ് ചെയ്യാനും എളുപ്പമുണ്ട്. അപ്പോൾ ഒരു സ്പോഞ്ച് വെച്ചുമല്ലോ അതൊന്ന് തെളിക്കാം. അറിഞ്ഞോ? അപ്പോൾ സ്പോഞ്ച് കട്ട് ചെയ്തിട്ട് അരണ പെട്ടെന്ന് ഹീലാവുന്നല്ലേ പറഞ്ഞേ. ഈ ലിസാർഡ് എല്ലാം അങ്ങനെയാണ്, ഈ പല്ലി മാറ്റമൊക്കെ പെട്ടെന്ന് എല്ലാ പരിക്കൊണ്ടത് പെട്ടെന്ന് പഴയവിടെയാവും. പിടിക്കും എന്നല്ല, നടുക്കൊരു തെളിവ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ ഒരു വിധത്തിൽ സക്സസ്ഫുൾ ആയിട്ട് അടി വെച്ചിട്ടുണ്ട്. അല്ലേ, ക്യാമറ അവിടെ ആ മൂലയ്ക്ക് സെറ്റ് ചെയ്തു. മെയിൻ അവനവിടെ പയ്യെ ഒളിച്ച് നിൽക്കുവാണ്. അപ്പോൾ വെള്ളം ഒന്ന് അനങ്ങിയത് കൊണ്ട് പുള്ളി കുറച്ച് ടെൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒന്ന് അനക്കമൊക്കെ മാറി അവിടെ മറന്നു കഴിയുമ്പോഴേക്കും നമുക്ക് തീറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ പയ്യെ അതിനെടുത്ത് കൈ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, അല്ലാതെ പിടിക്കാൻ മതി.
മരിച്ചു. ഇത് മുങ്ങിക്കിടക്കില്ല സാധനം. ഇത് മുങ്ങിക്കിടക്കത്തില്ല, അത് മുങ്ങിക്കിടക്കത്തില്ല. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ കഴിക്കുന്നത്. പുള്ളി ഭയങ്കര കാമായിട്ട് വന്നത്, കാരണം അതിന് അത്രയ്ക്ക് ജീവനുള്ള സാധനം അല്ലാത്തത് കൊണ്ട് അത് ഏകദേശം ചത്തായിരുന്നു നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ അവൻ പൊങ്ങി വന്ന് വെള്ളം എടുത്തപ്പോഴേക്കും ഈ സാധനം അനങ്ങുന്ന കണ്ടുകൊണ്ടാണ് ഇവൻ വന്ന് കഴിച്ചത്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അപ്പം അടുത്ത ആഴ്ച ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നൂല് കയറ്റുന്നിടം തൊട്ട് ലീഡർ ലൈൻ എങ്ങനെ അറ്റാച്ച് ചെയ്യാം, സിവിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യാം, ലോക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യാം, ലാസ്റ്റ് ചെറുമീൻ എങ്ങനെ പിടിക്കാം, അതായത് ചെറുമീൻ എങ്ങനെ കറക്റ്റായിട്ട് ഹുക്ക് ചെയ്യാം, എന്നൊരു കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ ബൈ.